സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സാക്ഷ്യമില്ലാത്ത ക്രിസ്ത്യാനികൾ അല്ല. ഓരോ ക്രിസ്ത്യാനിക്കും സാക്ഷ്യമുണ്ടായിരിക്കണം. അനുഭവത്തോടു കൂടിയതായ സാക്ഷ്യം, രക്ഷയുടെ സാക്ഷ്യമുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന അനുഭവത്തോടു കൂടിയതായ സാക്ഷ്യമുണ്ടാകണം. ഈ ദിവസങ്ങൾ എവിടെ നോക്കിയാലും നാമമാത്ര ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും. ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളായവരെ കാണാൻ കഴിയും. ആചാരമനുഷ്ഠിക്കുന്ന ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും. അന്ധവിശ്വാസമുള്ളവരായ ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും. സീസണൽ ഭക്തന്മാരെ കാണുവാൻ കഴിയും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണുവാൻ കഴിയും. എന്നാൽ ബൈബിളിൽ നാം പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു സാക്ഷ്യമുള്ളതായി കാണാം. കർത്താവിൻ്റെ അടുക്കൽ വന്ന വ്യക്തികളോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ, ഒരു വേള ഈ ദിവസം ലുദിയ, നമ്മുടെ ചർച്ചിലുള്ള ലുദിയ അല്ല, ബൈബിളിൽ ഉള്ളതായ ലുദിയ വന്നിട്ട്, ലുദിയ എന്ന് പറഞ്ഞാൽ ലിഡിയ, എന്താണ് സാക്ഷ്യം പറയുവാൻ പറഞ്ഞാൽ എന്തു പറയുമായിരിക്കും? എൻ്റെ പേര് ലുദിയ, ഞാൻ തിയത്തേര ദേശത്ത് താമസിക്കുന്നവൾ ആകുന്നു. ഞാൻ ചെറിയൊരു ജോലി ചെയ്യുന്ന വ്യക്തി ആണ്. എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്ത് എൻ്റെ കുടുംബക്കാരെയെല്ലാം ആ ബിസിനസ്സിൽ കൂടി സഹായിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് ദൈവത്തോട് വളരെ ഭക്തിയുള്ളവളാണ്. എന്നാൽ ആ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ ഗ്രാഹ്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ ചില ആളുകളുമായി ചേർന്ന് ഒരു സമുദ്രതീരത്തിരുന്ന് ഞങ്ങൾ കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കറിയാത്ത ഒരു വ്യക്തി ആ സന്ദർഭത്തിലേക്ക് അവിടേക്ക് വരുവാൻ ഇടയായി. ഞങ്ങളെ കണ്ട ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം ഞങ്ങളോട് വിവരിച്ചു തന്നു. അവൻ വചനം സംസാരിച്ച സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തെ തുറക്കാനിടയായി. എന്നിലേക്ക് വലിയൊരു വിശ്വാസം വരാനിടയായി. വലിയൊരു മാറ്റം എനിക്കുണ്ടായി. യഥാർത്ഥ ദൈവത്തെ ഞാൻ കാണുവാനിടയായി. ഞാൻ കാത്തിരിക്കുന്ന മിശിഹ യേശുക്രിസ്തു ആണെന്നും എൻ്റെ പാപത്തിനു വേണ്ടിയാണ് അവൻ മരിച്ചതെന്നും ഉയർത്തെഴുന്നേറ്റതെന്നും ഉള്ള സത്യം ഞാൻ മനസ്സിലാക്കി. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ അംഗീകരിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ബാപ്റ്റിസം എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന് എൻ്റെ വീട്ടുകാരോട് മുഴുവൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഞാനും എൻ്റെ വീട്ടുകാർ എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. സ്നാനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തെ ഒരു പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റണമെന്ന്, എന്നെ രക്ഷിച്ചതായ എൻ്റെ കർത്താവിന് എൻ്റെ ഭവനത്തെ സമർപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വീട്ടിൽ വരുന്നതായ ദൈവദാസന്മാരെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥ മാറി. അവിടെ ഒരു സഭയുണ്ടാകാനിടയായി. അതിൻ്റെ പേര് പ്രാർത്ഥനാ സ്ഥലം. അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ സഭ ഉണ്ടാകാനിടയായി. ഒരു വേള അതേ അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പൗലോസ് ആ സ്ഥലത്തിലേക്ക് പോയി. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം നാം പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. ബാധ ഒഴിഞ്ഞു പോയതായ സ്ത്രീ. പൗലോസ് അവളുടെ തലയിൽ കൈവച്ച സമയത്ത് ദുരാത്മാവ് അവളെ വിട്ട് പോകാനിടയായി. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം വാക്യം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി. അവൾ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിനെയും ഞങ്ങളെയും പിന്തുടർന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറയാനിടയായി. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ്
മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഒരു വേള ഈ ഭൂതം വിട്ടുപോയ സ്ത്രീയോട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവൾ വന്ന് എന്തു പറയും? എന്റെ ജീവിതത്തിൽ ഞാൻ പിശാചിനാൽ ബാധിക്കപ്പെട്ടവളായിരുന്നു. എന്നിൽ കൂടി യജമാനന്മാർ ഒരുപാട് ലാഭമുണ്ടാക്കി. എന്നെക്കൊണ്ട് അവർ ഓരോ കാര്യങ്ങളും പ്രവചനങ്ങളും പറഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറയിച്ച് എന്നെ അവർ കൈവച്ചിട്ട് ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടവളായ എന്നെ ദുരാത്മാവിൽ കൂടി സംസാരിപ്പിച്ച് എൻ്റെ യജമാനന്മാർ എന്നെക്കൊണ്ട് ഒരുപാട് ലാഭമുണ്ടാക്കി വന്നിരുന്നു. ബാക്കിയുള്ള സമയത്ത് ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ റോഡിൽ അലഞ്ഞു നടക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ പോയ സമയത്ത് പൗലോസും ശീലാസും വിശ്വാസികളുടെ കൂട്ടായ്മയും എന്നെ കണ്ടു. ഞാൻ അറിയാതെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർ നിങ്ങൾക്ക് രക്ഷാമാർഗം കാണിച്ചു തരുമെന്ന് ഞാൻ നിലവിളിച്ചു പറഞ്ഞുവെന്ന്. അവൾക്കറിയില്ല പിശാച് പറഞ്ഞത്. ഭൂതത്തിനറിയാം യേശുക്രിസ്തു ആരാണെന്ന്. അറിയാമോ ഇല്ലയോ? നിങ്ങൾക്കറിയാമോ? ഇനിയും അനേകം ആളുകൾക്കും യേശുക്രിസ്തു ആരാണെന്ന് അറിയില്ല. നമ്മളിൽ പല ആളുകൾക്കും യേശുക്രിസ്തു ദൈവമാണെന്നറിയാം. അതല്ലാതെ അവൻ്റെ മഹത്വം, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ പൂർണ്ണത, അവനിലുള്ള വിടുതൽ, അവൻ നൽകുന്ന അനുഗ്രഹം, അവൻ്റെ രാജ്യത്തിലായിരിക്കുന്നതിൻ്റെ ഭാഗ്യം, ഇതിനെക്കുറിച്ചെല്ലാം നാം ആലോചിക്കുകയാണെങ്കിൽ ഈ ലോകം നമുക്ക് വ്യർത്ഥമെന്ന് തോന്നും. പൗലോസ് പറയുന്ന പോലെ ചപ്പും ചവറുമെന്ന പോലെ. ഇപ്പോഴും കർത്താവിനെക്കുറിച്ചുള്ള മഹത്വത്തിൻ്റെ ആഴം നമുക്കറിയാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നാം മടി കാണിക്കുന്നു, പിറകോട്ട് പോകുന്നു. പിശാചിന് നല്ലവണ്ണം അറിയാം അവൻ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണെന്ന്. ഒന്നും അറിയാത്ത ചില ആളുകൾ പറയാറുണ്ട്, യേശുക്രിസ്തു ദൈവമല്ല, അവൻ ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്, അതുപോലെ അവൻ ദൈവങ്ങളിൽ ഒരുവനാണ് എന്നൊക്കെ പറയുന്നവർ. എന്നാൽ പിശാചിന് നല്ലവണ്ണം അറിയാം. ഗന്നസരത്തിലായിരിക്കുമ്പോൾ പിശാച് ബാധിച്ച ഒരുവൻ വിളിച്ചു പറയുന്നുണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഇവിടെ എന്താണ് പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ നിങ്ങൾക്ക് രക്ഷാമാർഗം ഉപദേശിച്ചു തരും. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് പലർക്കും ഇപ്പോഴും ശരിക്കറിയില്ല. പലരും വിചാരിക്കുന്നത് ഇവർ പണം സമ്പാദിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ്. ദൈവത്തിന്റെ ദാസന്മാർ കേവലം ഒരു ജോലി ചെയ്യുകയാണ്, പാസ്റ്ററിന്റെ ഉദ്യോഗം ചെയ്യുകയാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ ദാസന്മാർ വഞ്ചകന്മാരാണെന്ന് പറയുന്ന വ്യക്തികളും ഉണ്ട്. ദൈവത്തിന്റെ ദാസന്മാർ നിർബന്ധത്തോടെ മതം മാറ്റുന്നവരാണെന്ന് പറയുന്ന വ്യക്തികളും ഉണ്ട്. എന്താണ് ചെയ്യുന്നത് ദൈവത്തിന്റെ ദാസന്മാർ? നിങ്ങൾക്ക് രക്ഷാമാർഗം ഉപദേശിച്ചു തരികയാണ്. നിങ്ങളെ സ്വർഗീയ അവകാശികളാക്കി മാറ്റാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് നിങ്ങളെ രക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ കാര്യം പിശാച് വിളിച്ചു പറയുന്നു. അത് നല്ല കാര്യമല്ലേ? പൗലോസിന്റെ പിറകെ ചെന്നിട്ട് ഇവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുകയല്ലേ? ജയ് പോൾ പാസ്റ്റർ ദൈവത്തിന്റെ ദാസനാണെന്ന് പിശാച് ബാധിച്ച് എല്ലാവരും വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ കരയേണ്ടത് എന്തിനാണ്? ഹല്ലേലൂയ പറയേണ്ടതല്ലേ? എന്താണ് ഈ ജയ് പോൾ ദൈവത്തിന്റെ ദാസനാണ്, സർവശക്തനായ ദൈവത്തിന്റെ യഥാർത്ഥ ദാസനാണ്, നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം കാണിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യും, നിങ്ങൾക്ക് സൗഖ്യം നേടിത്തരും എന്ന് പിശാചുകളെ കൊണ്ട് പുകഴ്ത്തേണ്ട ആവശ്യം ദൈവത്തിന്റെ ദാസന്മാർക്ക് ഇല്ല. എന്നാൽ ഇന്ന് അനേകം ദാസന്മാർ പിശാചിനെ കൊണ്ട് പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. പിശാചിനാൽ പുകഴ്ത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അനേകം വ്യക്തികളെ കാണാൻ കഴിയും. അങ്ങനെ അവർ പ്രശസ്തി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പൗലോസ് അങ്ങനെയുള്ള വ്യക്തിയല്ല. പൗലോസ് മുഷിഞ്ഞുവെന്ന് പറയുന്നു. എന്താണ് മുഷിഞ്ഞിട്ട്? അവളെ വിട്ടുപോകൂ എന്ന മുഷിഞ്ഞു നോക്കി പിശാചിനോട് കൽപ്പിച്ചപ്പോൾ അത് അവളെ വിട്ടുപോകുവാൻ ഇടയായി. ഈ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ അവളോട് പറഞ്ഞാൽ അവൾ എന്തുവെന്ന് പറയും? യേശുക്രിസ്തു ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ യജമാനന്മാർ എന്നെക്കൊണ്ട് ലാഭമുണ്ടാക്കി, ഞാൻ മുഖാന്തരം അവർ പണം സമ്പാദിച്ചു. ഞാനൊരു ഭ്രാന്തിയെപ്പോലെ വഴിയിൽ നടക്കുന്നവളായിരുന്നു. ഒരു ദിവസം ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി.
എന്നിലുണ്ടായിരുന്ന പിശാചിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കാനിടയായി. എപ്പോഴാണോ ദുരാത്മാവ് എന്നെ വിട്ടുപോയത്, അപ്പോൾ എൻ്റെ ജീവിതം മാറിപ്പോയി, എൻ്റെ ജീവിത രീതി മാറിപ്പോയി, എൻ്റെ ശീലങ്ങൾ മാറിപ്പോയി, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ആ ജീവിത രീതി പൂർണ്ണമായും മാറിപ്പോയി എന്ന സാക്ഷ്യം പറയാനിടയാകും. അവളുടെ സാക്ഷ്യം വചനം കേട്ടപ്പോൾ ഉണ്ടായതാണ്. എങ്ങനെയാണ് സാക്ഷ്യം? പ്രാർത്ഥന ചെയ്തപ്പോൾ വിടുതൽ കിട്ടി. എങ്ങനെയാണ്? അതേ അധ്യായത്തിൽ മറ്റൊരു വ്യക്തിയെ കാണാം, കാരാഗൃഹ പ്രമാണി. ഇവൾക്ക് മാറ്റം വന്നുവെന്നറിഞ്ഞിട്ട് പൗലോസിനെയും ശീലാസിന്റെ മേൽ കേസ് കൊടുത്തിട്ട് അവരെ ഉപദ്രവിച്ച്, അവരെ അടിച്ച്, അവരെ ബന്ധിച്ചിട്ട് കാരാഗൃഹത്തിൽ അടച്ചു. അവരുടെ ലാഭം പോയെന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ച് അടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും അവരുടെ കൈയും കാലുമെല്ലാം ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എന്ത് ചെയ്ത്? അവർ കിടന്നുറങ്ങിയോ? അവരെന്താണ് ചെയ്തത്? കരയുകയായിരുന്നോ? 25-ാം വാക്യം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ കർത്താവിനെ പാടി സ്തുതിക്കുകയായിരുന്നു. ആ ദുഃഖത്തിന്റെ നടുവിലും അവരുടെ ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുകയാണ്. രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ പിശാചിനെ ഒഴിപ്പിച്ചുവെന്ന ഒറ്റ കാരണം കൊണ്ടാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്. എന്നാൽ അവരവിടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുകയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും വാതിലുകൾ തുറക്കുകയും ചെയ്തു. കാരാഗൃഹ പ്രമാണി ബഹളം കേട്ട് ഉണർന്നു നോക്കിയ സമയത്ത് ഇതാ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. വാതിൽ തുറക്കുന്ന സമയത്ത് ജയിലിലായിരിക്കുന്ന കള്ളന്മാരെല്ലാം എന്തു ചെയ്യും? അവർ കാണുമോ? ആ കാരാഗൃഹ പ്രമാണിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഒരൊറ്റ കള്ളൻ രക്ഷപ്പെട്ടു പോയാൽ ആ കാലത്ത് റോമൻ ഗവൺമെന്റ് ആ കാരാഗൃഹ പ്രമാണിക്ക് വളരെ വലിയ ശിക്ഷയാണ് പകരമായി കൊടുക്കുന്നത്. ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, അയാളെയും പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുവാനിടയാകും. എല്ലാവരും ഓടിപ്പോയിരിക്കുന്നുവെങ്കിൽ തന്റെ കഥ ഇതോടെ കഴിഞ്ഞത് തന്നെ എന്നയാൾ ഭയപ്പെട്ടിട്ട് കത്തിയെടുത്തിട്ട് അയാൾ തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കൊല്ലുവാൻ പോകുന്ന സമയത്ത് പൗലോസ് ഓടി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചോദിച്ചു, യജമാനനെ, രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുകയുണ്ടായി. ഈ കാരാഗൃഹ പ്രമാണിയെ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചാൽ വന്നു പറയും, ഞാൻ റോമൻ സർക്കാരിന്റെ ഒരു അധിപതിയായിരുന്നു, ഞാൻ ജയിലിന്റെ സൂപ്രണ്ടായി ജോലി ചെയ്യുകയായിരുന്നു, ജയിലിന്റെ താക്കോലെല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ഞാൻ വളരെ വളരെ കൃത്യമായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു ദിവസം പൗലോസിനെയും ശീലാസിനെയും മതം സംബന്ധിച്ച വിഷയത്തിൽ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് ഒരുപാട് ഉപദ്രവിച്ചു. ചാട്ടവാറുകൊണ്ട് അവരെ ഒരുപാട് അടിക്കാനിടയായി. അവരെ കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെ എന്നാൽ ആ രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി, വാതിലുകൾ തുറന്നുപോയി. ഞാൻ സ്വയം കത്തിയെടുത്തിട്ട് മരിക്കുവാൻ തുടങ്ങിയ സമയത്ത് പൗലോസ് ഓടി പറഞ്ഞു, നിങ്ങൾ മരിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ആ സമയത്ത് എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിട്ടും കാരാഗൃഹത്തിലുള്ള ആളുകൾ വെളിയിൽ പോയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്കും മാറ്റം വന്നിരിക്കുന്നു. ഒരു വലിയ ഉണർവ് അവിടെ ഉണ്ടാകാനിടയായി. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച സമയത്ത് അതിനുവേണ്ടി പൂജകൾ ചെയ്യണമോ, എന്തെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിക്കണമോ, യാത്രകൾ ചെയ്യണമോ, പുണ്യപ്രവൃത്തികൾ ചെയ്യണമോ എന്നൊക്കെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ബലി അർപ്പിക്കണമോ, യാഗം കഴിക്കണമോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ അയാൾ പറയുകയുണ്ടായി, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും
രക്ഷ പ്രാപിക്കും എന്നുള്ളതായ സത്യം. ഇത്ര അത്ഭുതവാനായ കർത്താവിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചു. ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് ബാപ്റ്റിസം എടുക്കുകയും ചെയ്തു. ഇവിടെ 3 പേരുടെയും സാക്ഷ്യം ഒരുപോലെയാണോ? ലുദിയായ്ക്ക് വചനം കേട്ട് മാറ്റം ഉണ്ടായി. പിശാച് ബാധിച്ച സ്ത്രീക്ക് പ്രാർത്ഥിച്ചപ്പോൾ മാറ്റമുണ്ടായി. അത്ഭുതങ്ങൾ കണ്ട് മാറ്റമുണ്ടായത് കാരാഗൃഹ പ്രമാണിക്ക്. ആര് എങ്ങനെ മാറി എന്നത് പ്രധാനമല്ല, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരേ രീതിയിൽ തന്നെ നമ്പർ 1 ഇങ്ങനെ, നമ്പർ 2 ഇങ്ങനെ, നമ്പർ 3 ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടേയില്ല. ഓരോരുത്തരെ ഓരോരോ രീതിയിലാണ് കർത്താവ് രക്ഷിക്കുന്നത്. ഏതു രീതിയിൽ നീ രക്ഷിക്കപ്പെട്ടു എന്നത് പ്രധാനമല്ല, നീ രക്ഷിക്കപ്പെട്ടുവോ എന്നതാണ് പ്രധാനം. അത് മറക്കരുത്. നീ ആരാധനയ്ക്ക് പതിവായി ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവനാണോ? നീ രൂപാന്തരം പ്രാപിച്ചിട്ട് കർത്താവിലെ സാക്ഷ്യം പ്രാപിച്ച് സ്നാനമെടുത്ത ഒരു വ്യക്തിയാണോ? അതുമല്ലെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതായ ഒരു അത്ഭുത കാര്യം കണ്ടിട്ട്, അതുമല്ലെങ്കിൽ നിനക്കുണ്ടായിരുന്നതായ ഒരു രോഗത്തിൽ നിന്ന് ദൈവം നിനക്ക് പൂർണ്ണമായ വിടുതൽ നൽകി നീ വിശ്വസിച്ച് വന്നതാണോ? നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ അനുഭവത്തോട് കൂടിയതായ രക്ഷ ഉണ്ടോ? അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിക്കുകയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തി ഉണ്ട്, അങ്ങനെയാണ് ഞാൻ കർത്താവിൽ വിശ്വസിക്കാൻ ഇടയായത് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ടോ? സാക്ഷ്യമുള്ളവർ കൈ ഉയർത്തിക്കാട്ടെ. സാക്ഷ്യമുള്ളവർക്ക് അത് പറയാതിരിക്കുവാൻ കഴിയില്ല. സാക്ഷ്യമുള്ളവർക്ക് അത് പറയാതെ ഇരിക്കുവാനാകില്ല. നിങ്ങൾക്ക് നന്മ തന്ന സന്തോഷകരമായ ഒരു കാര്യമുണ്ട് എന്ന് വിചാരിക്കുക. അത് മറ്റുള്ളവരോട് പറയാതെ ഇരിക്കുമോ? നിങ്ങൾ പറയൂ. നിങ്ങളുടെ മാതാവിനോടെങ്കിലും പറയില്ലേ? നിങ്ങളുടെ ഭർത്താവിനോടെങ്കിലും നിങ്ങൾ പറയില്ലേ? ഭാര്യയോട് പറയില്ലേ? നിങ്ങളുടെ മാതാപിതാക്കളോട് പറയില്ലേ? കുഞ്ഞുങ്ങളോട് പറയില്ലേ? നിങ്ങളുടെ ബന്ധുക്കളോട് പോലും നിങ്ങൾ പറയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, നീ സാക്ഷ്യം പറയാതെ ഇരിക്കുകയില്ല. കർത്താവ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത് എന്തിനാണ്? അവന്റെ സാക്ഷികളായിരിക്കുന്നതിനാണ്. ആ കാലത്ത് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞത് എന്താണ്? യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെന്റെ സാക്ഷികളായിരിക്കുക എന്ന് പറഞ്ഞു. നിന്നെ എങ്ങനെയാണ് രക്ഷയിലേക്ക് നയിക്കേണ്ടത് എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് അവന്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ഇടപെടുന്നത്. അത് വ്യത്യാസമായിരിക്കും ഓരോരുത്തരുടെയും സാക്ഷ്യത്തിൽ. ആ വിഷയങ്ങൾ വ്യത്യാസമായിരിക്കും. ലുദിയായ്ക്ക് വേറെയാണ്, പിശാച് ബാധിച്ചവൾക്ക് വേറെ, കാരാഗൃഹ പ്രമാണിക്ക് വേറെ, പൗലോസിന് വേറെ, എന്റെ സാക്ഷ്യം വേറെ, നിന്റെ സാക്ഷ്യം വേറെ. അതുപോലെ മറ്റുള്ളവരുടെയും ആ സാക്ഷ്യത്തെ നീ പ്രത്യേകിച്ച് പറയണം. അതാണ് വ്യക്തിപരമായ, ക്രിസ്തുവിനോട് വ്യക്തിപരമായ അനുഭവം പ്രാപിക്കുന്നതാണ് സാക്ഷ്യത്തിന്റെ എസൻസ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ റിസൾട്ടാണ്, അതിന്റെ പ്രതിഫലമാണ്. യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുവാനുള്ള കാരണം എന്താണെന്നാൽ, അതായത് ദൈവം വ്യക്തിപരമായി നിന്നെ കണ്ടതായ സമയം, നിന്നിൽ ഉണ്ടായതായ മാറ്റം, നിന്നിൽ സംഭവിച്ചതായ പരിശുദ്ധാത്മാവിന്റെ ക്രിയ. അതാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ വ്യക്തിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് വചനം പറയുന്നു. നിങ്ങൾക്ക് സാക്ഷ്യമില്ല എങ്കിൽ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കൂ. ദൈവത്തോട് മുഖാമുഖം സംസാരിക്കാൻ ശ്രമിക്കൂ. ദൈവത്തിൽ നിന്നൊരു അനുഭവം പ്രാപിക്കുവാൻ വേണ്ടി ശ്രമിക്കൂ. നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ള അനുഭവ സാക്ഷ്യത്തെ പ്രാപിച്ച് മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ വചനത്തെക്കാൾ കൂടുതൽ എൻ്റെ സാക്ഷ്യം കേട്ട് മാനസാന്തരപ്പെട്ട ഒരുപാട് പേരെ എനിക്കറിയാൻ കഴിയും. എനിക്കറിയാത്ത വ്യക്തികൾ അനേകരുണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന വ്യക്തികൾ, ഒരു ദിവസം ഞാൻ മീറ്റിംഗിൽ എൻ്റെ സാക്ഷ്യം പറയാനിടയായി. ഈ ദിവസം തന്നെ ഞാൻ തീരുമാനമെടുത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കും എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞ സമയത്ത് അവിടെ ഇരുന്ന ഒരു യൗവനക്കാരൻ അതേ ദിവസം തന്നെ, ഈ ദിവസം തന്നെ എനിക്ക് ദൈവത്തോട് സംസാരിക്കണം, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും എന്ന തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായി. ആ ദിവസം തന്നെ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അടുത്ത ദിവസം വന്നിട്ട് എന്നോട് സാക്ഷ്യം പറയുവാനിടയായി. അവൻ എന്റെ സാക്ഷ്യത്തിൽ കൂടി അവന് പ്രേരണയുണ്ടാകുകയും കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്ന്. കർത്താവ് അവനെ രക്ഷിച്ചു. അതിനുശേഷം ഞാൻ അല്പം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി, തന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ട് മദ്രാസിൽ ബൈബിൾ കോളേജിൽ ചേരുവാനിടയായി. എന്താണ്? ഒരു സാക്ഷ്യത്തിലൂടെ ഒരു വ്യക്തി മാറിയിട്ട്
തൻ്റെ ജീവിതം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാതിരുന്നെങ്കിൽ, എൻ്റെ സാക്ഷ്യം ഞാൻ പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ, ഒരു വേള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അനുഗ്രഹമായി തീരാതിരിക്കുവാൻ തക്കവണ്ണം ഒരു ശാപമായി ഞാൻ മാറിയേനെയും. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സാക്ഷികളായി ജീവിക്കണം. സാക്ഷ്യമെന്ന് പറയുമ്പോൾ അത് വിളിച്ചു പറഞ്ഞു നടക്കേണ്ട കാര്യമേ ഇല്ല. നിന്നെ കാണുന്നുണ്ട് നിന്റെ കൂടെയുള്ളവർ, നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എത്രമാത്രം നീ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ നീ പ്രവർത്തിക്കുന്നു, നിന്റെ സംസാരം എങ്ങനെയാണ്, നിന്റെ രീതി എങ്ങനെയാണ്, നിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യമെല്ലാം നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ ഫ്രണ്ട്സിന് അറിയാം, നിന്റെ വീട്ടുകാർക്ക് അറിയാം. ആദ്യം നിന്റെ ഭക്തിയെ നിന്റെ വീട്ടുകാർ അംഗീകരിക്കണം. ആർ അംഗീകരിക്കണം? വെളിയിലുള്ളവർക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ആർ വിശ്വസിക്കണം? നിന്റെ വീട്ടിലുള്ളവർ വിശ്വസിക്കണം. അത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിന്റെ വീട്ടിലുള്ളവർക്ക് നിന്റെ സാക്ഷ്യം പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ വെളിയിലുള്ളവർ പറഞ്ഞിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഭൂതത്തെ പുറത്താക്കപ്പെട്ട വ്യക്തിയോട് എവിടെ ചെന്ന് സാക്ഷ്യം പറയാനാണ് കർത്താവ് പറഞ്ഞത്? എവിടെ പോയി സാക്ഷ്യം പറയാനാണ് പറഞ്ഞത്? ഗലാത്യ ദേശത്ത് വന്ന് പറയാനാണോ പറഞ്ഞത്? എൻ്റെ കൂടെ വന്ന് മീറ്റിംഗിൽ പറയുവാൻ പറഞ്ഞോ? നിന്റെ വീട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് നിന്നെ കാണിച്ചിട്ട് നിന്റെ സാക്ഷ്യം അവരോട് പറയൂ. നിന്റെ വീട്ടുകാർ നിന്നെ കണ്ടിട്ടുണ്ട്, നീ ഇഷ്ടമുള്ളതുപോലെ കറങ്ങുന്നത്, വേദനിപ്പിക്കുന്നത്, നിന്റെ ക്രൂരതയോടുള്ള പെരുമാറ്റം. ചെല്ലു, ഇപ്പോൾ ചെന്നിട്ട് നീ സ്വസ്ഥത പ്രാപിച്ച ശേഷം നിന്നെ വിടുവിച്ചതായ ദൈവം എത്ര വലിയവനാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം ആ അത്ഭുതങ്ങൾ ചെയ്തത് എത്ര വലിയ കാര്യമാണ് നിന്റെ വീട്ടുകാരെ കാണിക്കൂ. നിന്റെ ദേശക്കാരോട് നിന്റെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കൂ. നിന്നെ കാണുന്നവരോട് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ചെന്ന് ദെക്കപ്പൊലിയിലും എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞപ്പോൾ അനേകം ആളുകൾ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയായി. ഞാൻ നിങ്ങളെ വിടത്തില്ല. വീണ്ടും ചോദിക്കും അടുത്തയാഴ്ച. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ട് എല്ലാവരും വരിക. സാക്ഷ്യമില്ല എങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ മുഴങ്കാൽ മടക്കി കർത്താവിനോട് യാചിച്ച്, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് യാക്കോബ് മല്ല് പിടിച്ചതുപോലെ നിങ്ങൾ മല്ല് പിടിച്ച് സാക്ഷ്യത്തെ നേടാൻ ശ്രമിക്കൂ. ഒരനുഭവം നേടുവാൻ വേണ്ടി പരിശ്രമിക്കൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായാലും ഇല്ലെങ്കിലും യേശുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം നിങ്ങൾക്കില്ല എങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ ഡിഗ്രിയേക്കാൾ നിങ്ങൾക്കുള്ള കഴിവ്, ടാലന്റ് എല്ലാം എന്തൊക്കെയായാലും അതെല്ലാ കാര്യങ്ങളും ഒരു വശത്താണ്. എന്നാൽ കർത്താവിന് വേണ്ടി ഞാൻ പാട്ടുകൾ പാടുന്നുണ്ടല്ലോ, ദൈവവേല ചെയ്യുന്നുണ്ടല്ലോ, അവൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നിനക്ക് സാക്ഷ്യമില്ല എങ്കിൽ എല്ലാം സീറോ മാത്രമാണ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരിയല്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുഗ്രഹമില്ല. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതേ ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി നിരപ്പോടെ ആയിരിക്കാം. എല്ലാ സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിരപ്പ് പ്രാപിക്കാൻ ലഭിക്കുന്ന അവകാശമാണിത്. ഈ സമയത്ത് സ്നാനപ്പെടാത്ത വ്യക്തികൾ സ്നാനപ്പെടുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. പെട്ടവർ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാം, തലകളെ വണക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, നീ ഞങ്ങളെ ഒന്ന് നോക്കണമേ. കുറേ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് ഞങ്ങൾ പറയുകയും ക്രിസ്തീയ കുടുംബത്തിൽ ഞങ്ങൾ ജനിച്ചവരാണെന്ന് വിചാരിക്കുകയും ചെയ്ത് ഭക്തി വെറും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒതുക്കിക്കൊണ്ട് സാക്ഷികളായി ജീവിക്കാൻ കഴിയാത്തവരായി ഞങ്ങൾ മാറാതെ അനുഭവമുള്ള സാക്ഷികളായി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെ ഏതു രീതിയിലാണ് സ്വാധീനിക്കേണ്ടത്, ഏത് ഹൃദയങ്ങളെ ഏതു രീതിയിലാണ് നീ മാറ്റേണ്ടത്, നിന്റെ വചനം സംസാരിക്കുമ്പോൾ, നിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നീ ചെയ്ത അത്ഭുത കാര്യങ്ങൾ കാണുമ്പോൾ, നിന്റെ സ്നേഹവും കരുണയും ദർശനവും ഞങ്ങൾ പ്രാപിക്കുമ്പോൾ, വേദപുസ്തകത്തിലുള്ള നിന്റെ ഭക്തന്മാർ എങ്ങനെയാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രാപിച്ചെടുത്തത്, ഈ കാലത്തും അതുപോലെ തന്നെ ഇന്നലെയും ഇന്നും എന്നും ഒരേപോലെയുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ. ഞങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരണമേ. ഞങ്ങളുടെ ഭക്തി വെറും വാക്കുകളിൽ ഒതുങ്ങാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികളിൽ വെളിപ്പെടുവാനുള്ള സഹായം ചെയ്യണമേ. ഞങ്ങളുടെ നടപ്പ്, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ജീവിതം എല്ലാറ്റിലും മാറ്റം കൊണ്ടുവരാനുള്ള സഹായം ചെയ്യണമേ. പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയ മാർഗത്തിൽ നടക്കുന്നവരായി, പഴയ പാപജീവിതത്തെ വിട്ടിട്ട് ഒരു വിശുദ്ധമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ
ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ